ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. ഇന്ന് തിരുവോണമാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലൂടെ നമുക്ക് തുടങ്ങാം. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് വെള്ളയപ്പം കടലക്കറിയായിരുന്നു. പിന്നെ സൺഡേ ആണല്ലോ, അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് കഴിഞ്ഞ് വന്നിട്ട് പായസത്തിനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. പായസത്തിനുള്ള പീര അടിച്ച് പാല് പിഴിഞ്ഞെടുത്തു. അപ്പോൾ പാല് പിഴിഞ്ഞ് തലപ്പാൽ, എടപ്പാൽ അങ്ങനെ വേർതിരിച്ച് അത് മാറ്റി വെച്ച് ആ ഒരു കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പായസത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഞങ്ങൾ 2 തരം പായസമാണ് ഉണ്ടാക്കണത്. ഒന്ന് അടപ്രഥമനുണ്ട്, പിന്നെ ശർക്കര പായസമുണ്ട്. അപ്പോൾ ശർക്കര പായസത്തിൻ്റെ കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കണേണ്. അപ്പോൾ എൻ്റെ ആൻറ്റിയാണ് ഫസ്റ്റ് പായസം ചെയ്ത് തുടങ്ങിയത്. പിന്നെ അറിയാലോ, പായസം എന്ന് പറയുമ്പോൾ വേഗം അങ്ങോട്ട് ആകുന്നൊരു കാര്യമല്ല. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡാണ്, പുള്ളിക്കാരൻ്റെ കയ്യിലോട്ടാണ് കൊടുത്തത്. പിന്നെ പുള്ളിയായി നോക്കൽ. അതങ്ങനെ ഒരുവിധം റെഡിയായി. പിന്നെ അതിന് ശേഷം നമുക്ക് അടപ്രഥമൻ ഉണ്ടായിരുന്നു. അപ്പോൾ അടപ്രഥമൻ ഉണ്ടാക്കലാണ് പിന്നെ കാണണത്. അങ്ങനെ അപ്പോൾ പിന്നെ 2 ടൈപ്പ് പായസത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഫുള്ള് റെഡിയായി. പിന്നെ കറികൾ കുറച്ചുണ്ടായിരുന്നു, അവിയൽ, അങ്ങനെ കുറച്ച് കറികൾ, നെയ്പ്പരിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്നത്തെ ദിവസം എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ ഉള്ളത് പിന്നെ അവിയൽ, കൂട്ടുകറി, എരിശ്ശേരി, അങ്ങനെയുള്ള കറികൾക്ക് തേങ്ങ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് പൂക്കളം ഇല്ലാണ്ട് എന്തോ ഓണം. അപ്പോൾ പൂക്കളം ഇടണ്ടേ. അപ്പോൾ അതിനുള്ള പൂക്കളൊക്കെ എൻ്റെ അനിയത്തിമാർ 2 പേരും കൂടി ഇരുന്ന് നുള്ളിക്കൊണ്ടിരിക്കണേണ്. അവർ മാത്രമല്ല കേട്ടോ, സൈഡിൽ വേറെ കുറച്ച് പേര് ഉണ്ട് അവരെ സഹായിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് പേര് അടുക്കളയിൽ വേറെ കുറേ അല്ലറ ചില്ലറ പണികളായിട്ട് അങ്ങനെ പോകുന്നു. ഇവർ പുറത്ത് പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുന്നു. പൂക്കളം ഇടാൻ തുടങ്ങിയിട്ടില്ല, അതിനുള്ള പൂക്കളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ആ ഒരു കാര്യം കഴിഞ്ഞു. പിന്നെ ഒരു അടിപൊളിയായിട്ട് ഞങ്ങളുടെ കാർ പോർച്ചിൽ തന്നെ ഒരു പൂക്കളം വരച്ച് അതിലേക്ക് അവർ ഓരോ പൂക്കളൊക്കെ ഇട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ ഇവർ 2 പേരും കൂടി നിന്നാണ് ഇതെല്ലാം ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് സഹായിക്കാനായിട്ട് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. അങ്കിളുമാരായാലും പിന്നെ എൻ്റെ ഹസ്ബൻഡായാലും അനിയന്മാരൊക്കെ ആയാലും അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി പൂക്കളിട്ട് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. അങ്ങനെ ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ പണി ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. അതിപ്പോൾ തന്നെ ഫുള്ളായി കഴിയുമ്പോൾ ഞങ്ങളുടെ പൂക്കളം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. എൻ്റെ പൂക്കളം, അതായത് ഞങ്ങളുടെ പൂക്കളം ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്ന്. അത് കഴിഞ്ഞ് പിന്നെ സദ്യയൊക്കെ റെഡിയായി, എല്ലാം കറികളൊക്കെ നിരത്തി വെച്ചേക്കണേണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവരും പോയി കേരളീയ വേഷത്തിൽ വന്ന് നമ്മുടെ ഓണം അതും കൂടി ആയാലേ പൂർത്തിയാകുള്ളൂ. കേരളത്തിൻ്റേതായ ഒരു തനിമ കിട്ടണമെങ്കിൽ ആ ഒരു വസ്ത്രധാരണവും കൂടി ഉണ്ടാകണം. പിന്നെ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ഇതിലേതാണ് സൂപ്പറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ടൊന്നുമില്ല. എല്ലാ കറികളും ഒന്നിനൊന്ന് സൂപ്പർ കറികളായിരുന്നു. ഉള്ളിക്കറിയാണെങ്കിലും ഇഞ്ചിക്കറിയാണെങ്കിലും എന്താണെങ്കിലും അടിപൊളി കറികളായിരുന്നു. പായസമാണെങ്കിലും അത് വേറെ ലെവലായിരുന്നു. അടിപൊളി പായസമായിരുന്നു. എൻ്റെ വീട്ടുകാർ വെച്ചത് കൊണ്ടല്ല, നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നാവിൻ്റെ രുചി നമുക്കറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു എല്ലാം. എന്നാൽ പിന്നെ നമുക്ക് സദ്യ കഴിച്ചാലോ? ഓക്കെ. അപ്പോൾ ഞാൻ സദ്യ കഴിക്കാൻ പോണേണ്. ഇനി ബാക്കി സദ്യ കഴിച്ച് വന്നിട്ട് അങ്ങനെ ഞാനും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായിട്ട് എല്ലാവരും പോയി. അതിൻ്റെ ഇടയിൽ ഞാനും എൻ്റെ അനിയത്തിമാരൊക്കെ കൂടി ഒന്ന് റീൽസ് എടുക്കാനായിട്ട് കുറച്ച് അങ്ങോട്ട് പോയി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളുടെ ബാക്കി കലാപരിപാടികൾ. അപ്പോൾ ഞങ്ങളുടെ ഈ ഓണം, അതായത് എൻ്റെ ഫാമിലിയുടെയും ഓണം
ഇതാണ് ഞങ്ങളുടെ ഓണം ഞങ്ങൾ സൂപ്പർ ഡൂപ്പറാക്കി. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലും ഓണം ഇതുപോലെ ആണെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.